ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ആകാശിനെ പുറത്തിറക്കാനുള്ള വഴികളെല്ലാം അവസാനിച്ച് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നിറകണ്ണുകളായിട്ട് ഇറങ്ങി വന്ന ചാരുവിനെ കണ്ടതും ബാലമാവൻ ചോദിക്കുക, എന്താ മോളെ, എന്ത് പറ്റി, നീ എന്തിനാ കരയുന്നേ, നീ പോയ കാര്യം എന്തായി എന്നൊക്കെ ചോദിക്കുക കേട്ടോ. പക്ഷെ ഒരക്ഷരം മിണ്ടാതെ ചാരു അകത്തേക്ക് പോയിട്ട് അവിടുന്ന് കരയാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ശ്രേയ മനഃപൂർവ്വമാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്, തനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത് വളരെയധികം വിഷമത്തിലാണ് കേട്ടോ. ഇതേ സമയത്ത് ശ്രേയാണെങ്കിലോ വിജയിച്ച ഭാവത്തിൽ അഹങ്കാരം തുള്ളി നിൽക്കുക കേട്ടോ. ആകാശിനെ ഇനി ജയിലിലേക്കും നടത്തിക്കും, എന്നിട്ട് അവിടെ നിന്ന് കഷ്ടപ്പെടുത്തും. അവനെ എന്നോട് ചെയ്ത ദ്രോഹത്തിന് മറുപടിയായിരിക്കും ഇത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സന്തോഷത്തിലാണ് കേട്ടോ ശ്രേയ നിൽക്കുന്നത്. ഇതേ സമയത്ത് നമ്മുടെ ചാരു വന്നതും ചാരുവിൻ്റെ കരച്ചിലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അമ്മായി വളരെയധികം സന്തോഷത്തിലാണ് കേട്ടോ. പിന്നെ രാത്രിയായപ്പം ആരും കാണാതെ നമ്മുടെ അമ്മായി ഫോൺ എടുത്തിട്ട് അരവിന്ദിനെ വിളിക്കുകയാണ് കേട്ടോ. എടാ പൊന്നുമോനെ, നമ്മൾ പ്ലാൻ ചെയ്ത കാര്യമൊക്കെ അതുപോലെ തന്നെ നടന്നിട്ടുണ്ട്. അവളില്ലേ, അവളിങ്ങോട്ട് വന്നിട്ടുണ്ട്. അവനെ കണ്ടിങ്ങേട്ടെ, എന്തായാലും അവനെ ജയിലിലും കൂടി കയറ്റണോടാ, എന്നാലേ എനിക്ക് സമാധാനമാവത്തുള്ളൂ എന്ന് പറയാം കേട്ടോ. ചാരു അവിചാരിതമായിട്ട് ഇവർ തമ്മിലുള്ള ഫോൺ സംഭാഷണം കേൾക്കുകയാണ് കേട്ടോ. അപ്പം അമ്മായി പറഞ്ഞിട്ടാണ് അരവിന്ദേട്ടൻ ഇതുപോലെയൊക്കെ ചെയ്തതെന്നും ആകാശിൻ്റെ ഓഫീസ് അടിച്ചു തകർത്തതെന്നും ഒക്കെ അവരുടെ ആ ഫോൺ സംഭാഷണത്തിൽ നിന്ന് ചാരു കേൾക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ അത് കേട്ട് ചാരു കരഞ്ഞു പോയിട്ടോ. അപ്പോൾ എന്തോ ഒരു ശബ്ദം തോന്നിയ അരവിന്ദിൻ്റെ അമ്മ ഫോൺ മാറ്റി പിടിക്കുക. ആരാ അത് എന്നുള്ള ഇതിൽ നോക്കുമ്പോൾ ചാരു പെട്ടെന്ന് തന്നെ അവിടെ ഒളിച്ചു നിന്നിട്ടോ. ഓ, ആരുമില്ല, എനിക്ക് തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും ഫോണിൽ സംസാരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ അവളുടെ ജാതകദോഷവും അവളെ ഇവിടെ കുടുംബത്തിൽ വായിച്ചതിൻ്റെ ആണെന്നും നിൻ്റെ അച്ഛൻ എന്ന് പറയുന്ന അങ്ങേരില്ലേ, അങ്ങേർക്ക് മനസ്സിലാവണം. അവളുടെ കരച്ചിലും പിഴിച്ചിലും എല്ലാം എനിക്ക് കാണണം. അവസാനം ഗതികെട്ട് നിൻ്റെ അച്ഛൻ തന്നെ അവളെ ഇവിടുന്ന് ഇറക്കി വിടണോടാ. അതാണ് നമ്മുടെ ആവശ്യം. അത് നടപ്പിലാക്കിയെടുക്കാനേ ഇതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്താലേ പറ്റുള്ളൂ എന്നൊക്കെ പറയാൻ കേട്ടോ. ഇതെല്ലാം കേട്ട് ചാരു ആകെ സങ്കടപ്പെട്ട് നിൽക്കാണ്ടോ. ഒരുപാട് നേരം ചാരു കരയാണ്ടോ. മനഃപൂർവ്വമാണ് അമ്മായിയുടെ വാക്ക് കേട്ട് അരവിന്ദേട്ടൻ ആകാശേട്ടനെതിരെ ഇതുപോലെ ഒരു ചതി ചെയ്തിരിക്കുന്നത് എന്നെല്ലാം ഓർത്തിട്ട് ചാരുവിന് സഹിക്കാൻ കഴിയുന്നില്ല കേട്ടോ. ഇതേ സമയത്ത് ബാലമാവനാവട്ടെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. വക്കീലുമായിട്ട് സംസാരിച്ചിട്ടും പ്രത്യേകിച്ച് ഒരു മാർഗവും കാണുന്നില്ല. അദ്ദേഹം ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല. അരവിന്ദിനെ കണ്ടെത്താതെ ആകാശിനെ മോചിപ്പിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് വക്കീലും പറയുന്നത് കേട്ടോ. അതിൻ്റെ ടെൻഷനിൽ നിൽക്കുകയാണ്. അരവിന്ദിനെ ഇനി എവിടെ നമ്മൾ അന്വേഷിക്കും? അവൻ്റെ അമ്മയ്ക്ക് അവനെക്കുറിച്ച് നിശ്ചയുണ്ടാവും, പക്ഷെ അവളോട് നമ്മൾ എന്ത് ചോദ്യം ചോദിച്ചിട്ടും കാര്യമില്ല. അങ്ങനത്തെ ജനിസല്ലേ അവളുടെ മോനെക്കുറിച്ച് എന്തറിഞ്ഞാലും അവൾ നമ്മളോട് പറയില്ല എന്നൊക്കെ അമ്മാവൻ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ചാരു ഫോൺ എടുത്ത് അങ്ങോട്ട് വന്നത് കേട്ടോ. അമ്മാവാ, ബാലമ്മാവാ, നമുക്കിതേ പോലീസ് സ്റ്റേഷനിൽ പോവാം, അക്കുച്ചേട്ടനെ ഇറക്കണം എന്ന് പറയാം കേട്ടോ. മോളെ, നീ എന്തൊക്കെയായി പറയുന്നത്? അവനെ എങ്ങനെ ഇറക്കാനാ? അരവിന്ദനെ കിട്ടാതെ അത് സാധ്യമല്ല മോളെ. അരവിന്ദേട്ടൻ എവിടെയാ ഉള്ളതെന്ന് എനിക്കറിയാം, ഞാൻ കാണിച്ചു തരാമെന്ന് പറയാം കേട്ടോ. അത് പറഞ്ഞ് ചാരു മുന്നോട്ട് അങ്ങോട്ട് പോവുക കേട്ടോ. മോളെ, എന്താ ഈ പറയുന്നത്? എനിക്കറിയാം അമ്മാവാ, ഇനി അധികം ഇവിടുന്ന് സംസാരിക്കണ്ടെന്ന് പറഞ്ഞ് ചാരു മുന്നോട്ട് പോവുക കേട്ടോ. അപ്പോഴേക്കും ഇതേ നമ്മൾ മാത്രം പോയിട്ട് കാര്യമല്ല, പോലീസുകാരെയും വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ബാലമാവൻ ഫോൺ എടുത്തിട്ട് പോലീസുകാരെയും വിളിക്കാൻ കേട്ടോ. അങ്ങനെ ചാരു ആ ഒരു സ്ഥലം എവിടെയാണെന്ന് പോലീസുകാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ പോലീസുകാർ അങ്ങോട്ട് അന്വേഷിച്ചെത്തുമ്പോൾ നമ്മുടെ അരവിന്ദൻ അവിടെ കാറ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് പോലീസുകാരുടെ വണ്ടി അങ്ങോട്ട് സൗണ്ടോടെ വരുന്നത് കേട്ടോ. അത് കേട്ടതും ഈ സർവീസ് സെൻറ്റർ പോലത്തെ സ്ഥലമാണല്ലോ, പോലീസ് വണ്ടി ആണെങ്കിലും ഇത് നന്നാക്കാൻ വന്നതായിരിക്കും, ക്ലീൻ ചെയ്യാൻ വന്നതായിരിക്കും എന്നുള്ളൊരു നിഗമനത്തിലാണ് കേട്ടോ. അങ്ങനെ അരവിന്ദ് തൻ്റെ പണിയിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ പോലീസുകാരൻ ആ ഒരു SI അരവിന്ദിനെ കാണുകയാണ് കേട്ടോ. പക്ഷെ അരവിന്ദ് അയാൾ കണ്ടതും ശ്രദ്ധിക്കാതെ തൻ്റെ പണി തുടരുകയാണ് കേട്ടോ, മുഖം ചെറുതായിട്ട് താത്തി വെച്ചുകൊണ്ട് ക്യാപ്പൊക്കെ വെച്ചിട്ട്. അങ്ങനെ പിന്നെയാണ് ഈ പോലീസുകാരൻ്റെ കൂടെ 4-5 പോലീസുകാർ വേറെ കണ്ടതും അരവിന്ദിന് പന്തികേട് തോന്നുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഈ SI പറഞ്ഞു ഓടരുത് എന്ന് പറയാം കേട്ടോ. അപ്പോൾ അരവിന്ദിന് മനസ്സിലായി പണി പാളിയെന്ന്. പുള്ളിക്കാരൻ മുന്നോട്ട് വന്ന് സറണ്ടർ ആവുന്ന പോലെ നിന്നിട്ട് ഓടാൻ ശ്രമിക്കാണ്ടോ. അങ്ങനെ പോലീസുകാരൊക്കെ പിറകിലോടി. ഒരുപാട് നേരം ഓടിട്ടോ. അരവിന്ദൻ രക്ഷപ്പെടുന്നുള്ള ഘട്ടത്തിലെത്തി ഓടാൻ നിൽക്കുമ്പോഴാണ് നമ്മുടെ എന്താ പറയുക, മാഷിൻ്റെ മുന്നിലേക്കായി പോയിട്ടോ. അച്ഛൻ്റെ മുന്നിലേക്കാണ്, ബാലമാഷിൻ്റെ മുന്നിലേക്കാണ് വന്ന് നിന്നത് കേട്ടോ. പിന്നെ നമ്മുടെ അരവിന്ദനെ ഓടാനെന്നുള്ള ധൈര്യം ഉണ്ടായില്ല കേട്ടോ. എടാ, നിനക്ക് നാണമുണ്ടോടാ, ഇതുപോലെ ഒരു ചതി ചെയ്തിട്ട് രക്ഷപ്പെടാൻ നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ബാലമാഷി ഇവനെ അറസ്റ്റ് ചെയ്യണം, ഇവനെ ഇനി ഒരിക്കലും പുറലോകം കാണിക്കരുതെന്നൊക്കെ പോലീസുകാരോട് പറയാം കേട്ടോ. അങ്ങനെ പോലീസുകാർ അരവിന്ദിനെ പിടിച്ച് നമ്മുടെ ആകാശുള്ള അതേ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ കേട്ടോ. അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഇവർ
കൊണ്ടുപോയി അവിടെ എത്തിയതിന് ശേഷം അരവിന്ദനോട് സത്യം പറയാൻ ആവശ്യപ്പെടുകയാണ് കേട്ടോ. ആകാശും ചാരും ഒക്കെ കൂടെ ഉണ്ട് കേട്ടോ. പക്ഷേ എത്ര പറഞ്ഞിട്ടും അരവിന്ദ് ഒന്നും സമ്മതിക്കുന്നില്ല കേട്ടോ. ഞാൻ എപ്പോഴാണ് അവിടെ പോയത്, ഞാനങ്ങനെ എഞ്ചിനീയറുടെ ഓഫീസൊന്നും തകർക്കാനൊന്നും പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പറഞ്ഞു നോക്കിട്ടോ. നീ അവിടെ വന്നതും ആക്രമണം നടത്തുന്നതിൻ്റെ CCTV ഫൂട്ടേജ് ഇവിടെയുണ്ട്, അത് നിനക്ക് കാണണമെന്ന് ചോദിക്കാം കേട്ടോ. അത് ചോദിച്ചതും അവൻ പിന്നെ താൻ പറയാതിരുന്നിട്ട് കാര്യമില്ലാതെ മനസ്സിലായി. ശരിയാ, ഞാൻ സമ്മതിക്കുന്നു, ആകാശ് പറഞ്ഞിട്ട് ഞാൻ എല്ലാം ചെയ്തതെന്ന് പറയാം കേട്ടോ. അത് കേട്ടോ ആകാശ് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് കേട്ടോ. ഞാനോ, എടോ തനിക്ക് നാണോ ഇല്ലേ ഇങ്ങനെ നൊട്ടാൻ തുണിക്കാത്ത കള്ളം പറയാൻ, ഞാൻ എപ്പോഴാണോ തന്നോട് പറഞ്ഞതെന്ന് ചോദിക്കണ്ടോ. എന്താ ആകാശേ, നിനക്ക് അവിടെ വലിയ പൊറുതികേടാന്ന് നീ എന്നോട് പറഞ്ഞുകൊണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് അരവിന്ദ് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആകാശ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ആണ് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയതാ. ആകാശാണെങ്കിൽ ഒരുപാട് എതിർക്കാൻ ശ്രമിച്ചെങ്കിലും ആകാശം ഇവരുടെ അടുത്ത് തെളിവുണ്ട്, ഇനി നമുക്ക് രണ്ടുപേർ കൂടി കുറ്റം സമ്മതിക്കാടാന്നൊക്കെ പറയാം കേട്ടോ. അതിൽ ആകാശം ആകെ കുടുങ്ങിയ രീതിയിൽ നിൽക്കുക കേട്ടോ. ഇവരോട് ഇങ്ങനെയൊന്നും ചോദിച്ചാലേ ഇവൻ സത്യം പറയില്ലോ സാറേ, ഇവനെ തല്ലി കൊല്ലണം എന്നാലേ ഇവൻ സത്യം പറയുമെന്ന് പറഞ്ഞിട്ട് ബാലമാഷ അവനെ തല്ലിയാണ് കേട്ടോ. മാഷിനെ പോലീസുകാരെ SI തടയാണ്. എന്താ ഇത് നിങ്ങളുടെ വീടല്ല, ഇത് പോലീസ് സ്റ്റേഷനാന്ന് പറഞ്ഞിട്ട് മാഷിനെ അയാൾ തടയാണ് കേട്ടോ. പക്ഷെ അരവിന്ദാണെങ്കിലോ അവൻ്റെ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുകയാണേ. ഇവനെ കൊണ്ടേ എങ്ങനെ സത്യം പറയിപ്പിക്കണമെന്ന് എനിക്കറിയാമെന്ന് പോലീസുകാരൻ പറയാൻ കേട്ടോ. അങ്ങനെ അവനെ ആ ഒരു വടി എടുത്തിട്ട് ഒരുപാട് അടിയടിക്കാൻ കേട്ടോ. അങ്ങനെ അടിക്കുന്നത് കണ്ടു നിൽക്കാൻ ബാലമാഷിനും അതേപോലെ ആകാശിനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവരാരും അടിക്കണ്ടെന്നൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഒരുപാട് അടി കിട്ടിയെങ്കിലും അവൻ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് എന്നെ വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം പെട്ടെന്ന് തന്നെ ബാലമാഷി പറഞ്ഞു, ഇവനെ എത്ര അടിച്ചിട്ടും കാര്യമില്ല സാറേ, ഇവൻ്റെ ഫോൺ എടുത്ത് പരിശോധിച്ച് നോക്ക്, അതിലറിയാലോ ഇവൻ ആരെയൊക്കെ വിളിച്ചിട്ടുണ്ട്, ഇവനെ ആരൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന്. അത് കേട്ടതും അരവിന്ദ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ പോലീസുകാർ നിൻ്റെ ഫോൺ താടാന്ന് പറയാം കേട്ടോ. അപ്പോൾ അരവിന്ദ് ചിന്തിക്കുകയാണ്, ഫോൺ ചെക്ക് ചെയ്താൽ അമ്മ പറഞ്ഞിട്ടാണ് താൻ ഇതെല്ലാം ചെയ്തതെന്ന് അറിയും, അമ്മേനെയും പോലീസ് അറസ്റ്റ് ചെയ്യും, അത് വേണ്ട. അതുകൊണ്ട് തന്നെ അരവിന്ദ് എല്ലാം സമ്മതിക്കാം കേട്ടോ. വേണ്ട സർ, ഞാൻ ഒറ്റയ്ക്കാണ് ഇതെല്ലാം ചെയ്തത്, ആകാശും ചാരുവും കൂടി ഹണിമൂണിന് പോയത് ഞാൻ അറിഞ്ഞിരുന്നു, അത് മുടക്കാനും അവരെത്രയും പെട്ടെന്ന് തിരിച്ചു വരാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒരു പ്രവൃത്തി ചെയ്തത്, ഞാൻ സ്വന്തമായിട്ട് ആലോചിച്ച് ചെയ്തതാണെന്നുള്ള കാര്യം കൂടി അരവിന്ദ് പറയാം കേട്ടോ. അതോടുകൂടി അരവിന്ദനെ പിടിച്ച് തൂക്കിയെടുത്തിട്ട് ലോക്കപ്പിലിടുകയാണേ. ഇതൊന്നും അറിയാതെ സന്തോഷിച്ച് നിൽക്കാണ്ടോ ശ്രേയും അതേപോലെ തന്നെ വീട്ടിലെ അരവിന്ദിൻ്റെ അമ്മയും. പക്ഷേ ആകാശിനെ അപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മോചിപ്പിച്ചിട്ടോ. ആകാശം സന്തോഷത്തിലാണ്ടോ. പക്ഷേ ഇതുപോലൊരു ചതി തൻ്റെ കൂടെ പിറന്ന ചേട്ടൻ ചെയ്തല്ലോ എന്ന് ഓർത്തിട്ട് ആകാശിന് നല്ല മനപ്രയാസം ഉണ്ടായിരുന്നു കേട്ടോ. പോരാത്തതിന് ആകാശിൻ്റെ അച്ഛൻ പറയുകയും ചെയ്തു അരവിന്ദിനോട്, എടാ ആൺമക്കളെ, അച്ഛന് ചെയ്ത വെക്കൂ അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ, പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എനിക്ക് ചെയ്ത വെച്ചവനാടാ നീ എന്നൊക്കെ പറഞ്ഞിട്ടോ. അതൊക്കെ അരവിന്ദിൻ്റെ മനസ്സിൽ കുറച്ച് വേദന ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അരവിന്ദ് ഞെട്ടിപ്പോകുന്നുണ്ട്, എനിക്കിനി ഇങ്ങനെ ഒരു മകനില്ല, ഇവനെ ഇനി ഒരിക്കലും പുറത്തിറക്കരുത് എന്നൊക്കെ SIയോട് പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മുടെ ബാലമാഷ അവിടെ നിന്ന് പോരുന്നത്. എന്തായാലും ഈ വിവരം നമ്മുടെ ആകാശിൻ്റെയും അരവിന്ദിൻ്റെയും ഒക്കെ അമ്മ അറിയുമ്പോൾ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്നുള്ള അവസ്ഥയായിരിക്കുമല്ലോ. വീണ്ടും അടുത്ത കിടലം വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.